ഡോക്ടർ ഷേർലി ചേരുന്നുണ്ട്. ഡോക്ടർ ഷേർലി, ഈ സുറുമിയുടെ ചികിത്സയുമായി അങ്ങ് ബന്ധപ്പെട്ടിരുന്നോ? ഹലോ. ഈ ആലപ്പുഴയിലെ കുഞ്ഞിന് വൈകല്യമുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അമ്മയുടെ ചികിത്സയിൽ ഡോക്ടർ ഷേർലി ഭാഗമായിരുന്നോ? അതെ. എന്താണിപ്പോൾ ഈ വരുന്ന വാർത്തകളുടെയൊക്കെ ഒരു യാഥാർത്ഥ്യം? എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നാണ് അങ്ങ് പറയുന്നത്? അതെ, ആ കുട്ടി എന്നെ 8 ആഴ്ച മുതൽ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണ്. അപ്പോൾ ഞാൻ ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ബ്ലഡ് ടെസ്റ്റുകളും സ്കാനുകളെല്ലാം കറക്റ്റ് ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കാനിലൊന്നും ഇങ്ങനെ അനോമലിയുടെ കാര്യമൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ 32 ആഴ്ചയുള്ള സ്കാനിൽ ഫ്ലൂയിഡിന്റെ ലെവൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടുന്ന അത് കഴിഞ്ഞ് റിപ്പീറ്റ് സ്കാൻ എടുത്തു. ഇപ്പോൾ സ്കാനിലൊന്നും തന്നെ അനോമലിയുടെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്കൊരു ക്ലിനിക്കലി ഒരു സസ്പീഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലൂയിഡ് ലെവൽ കൂടി പോകുന്നത് കണ്ടിട്ട് അഡ്മിഷനാക്കി നല്ല സേഫായിട്ട് ഡെലിവറി ചെയ്യിപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കുഞ്ഞിന് പെട്ടെന്ന് ഹാർട്ട് ബീറ്റിന്റെ അളവ് കുറയുന്നതായിട്ട് കണ്ടിട്ട് നമുക്ക് സിസേറിയൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അതായത് അവൾക്ക് ആഹാരമൊക്കെ കഴിച്ചിരുന്നതുകൊണ്ട് അനസ്തേഷ്യ പ്രശ്നം വരുമെന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്യായിരുന്നു. മാത്രമാണോ സ്കാൻ ചെയ്തിരുന്നത്? ഡോക്ടർ സ്കാൻ ചെയ്തിരുന്നില്ലേ? ഇല്ല, നമുക്കിവിടെ ഹോസ്പിറ്റലിൽ സ്കാൻ റേഡിയോളജിസ്റ്റ് ഇല്ല. അപ്പൊ റേഡിയോളജിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മള് ഇവിടെ പകരം പുറത്ത് ഈ സംഘ സ്കാനുമായിട്ടാണ് നമുക്ക് ടൈപ്പ് ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങോട്ട് ഇടുന്നത്. ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത് അങ്ങേക്കെതിരെ കൂടിയാണോ? അതെ അതെ, ഷെയർ എടുക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ നിയമ നടപടി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് എനിക്ക് അറിയത്തില്ല. അവരുടെ കംപ്ലൈന്റ് പ്രകാരമായിരിക്കും. പറഞ്ഞ പോലെ ഏകദേശം 8 ആഴ്ച മുതൽ ഡോക്ടർ പരിശോധിക്കും. അപ്പൊ ആ തുടക്കത്തിലെ പരിശോധനകളിലോ സ്കാനിങ്ങിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി ഇവരോട് സൂചിപ്പിച്ചിരുന്നോ? ക്ലിനിക്കലി എക്സാമിൻ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് കുഞ്ഞിന്റെ വൈകല്യങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സ്കാനിലൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. സ്കാനിലൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഡോക്ടർ നേരത്തെ പറഞ്ഞ 8 ആഴ്ചയായപ്പോ മുതൽ ഡോക്ടറുടെ ചികിത്സയിലുള്ളതാണ്. ആ തുടക്കത്തിലെ ഏതെങ്കിലും പരിശോധനകളിലോ സ്കാനിങ്ങിലോ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായി ഡോക്ടർക്ക് മനസ്സിലാക്കുകയോ ഇവരോട് സൂചിപ്പിക്കുകയോ ചെയ്തിരുന്നോ? ഇല്ല, 20 ആഴ്ച വരെയും ഇല്ലായിരുന്നു. 32ാമത്തെ ആഴ്ചയിലാണ് ഫ്ലൂയിഡിന്റെ ലെവൽ കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 32ാമത്തെ ആഴ്ച വരെ എല്ലാം നോർമലായിരുന്നോ? നോർമൽ സ്കാൻ റിപ്പോർട്ട് എല്ലാം കിട്ടിയിരുന്നത്. ഡോക്ടർ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഡോക്ടർ ഉൾപ്പെട്ട ഒരു സംഭവം എന്നതിനപ്പുറത്തേക്ക് ഇത്രയേറെ വൈകല്യങ്ങളോടെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്ന സാഹചര്യം കാണാതെ പോകാൻ കഴിയുമോ? അങ്ങനെ അത്രത്തോളം അത് കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന സാഹചര്യമാണോ ഇന്നത്തെ ചികിത്സാ സംവിധാന രംഗത്തുള്ളത്? ഇല്ല, നമുക്കിപ്പോ ക്ലിനിക്കിൽ നമ്മൾ ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞാനിപ്പോൾ കെയറെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭാഗത്ത് വരുത്തിട്ടില്ല. ഇപ്പൊ ഇതിനെ പറ്റിയൊരു അഭിപ്രായം പറയാൻ ഒരു റേഡിയോളജിസ്റ്റിനെ കൂടെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് റിപ്പോർട്ടിൽ കണ്ടതിനനുസരിച്ച് ഈ കുഞ്ഞിനെ ഇപ്പോ കാർഡിയാക് വിഭാഗത്തിൽ കാണിക്കാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടുന്ന് റെഫറൻസ് ആയ ശേഷം ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തത് അനോമലീസ് ഉണ്ടെന്നറിയാം. പക്ഷെ ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയില്ല. കുഞ്ഞ് മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റിലാണിപ്പോ. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് അടക്കമുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല ഈ ഗർഭ സമയത്ത്? ലാസ്റ്റ് വിടുന്നത് വരെ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് റെഫർ ചെയ്തിരിക്കുന്നത്, ഞാൻ അഡ്മിഷൻ ആക്കിയത് 30-ാം തീയതിയാണ്, ഒക്ടോബർ 30. നവംബർ 2-ാം തീയതി ഇവിടുന്ന് റെഫർ ചെയ്യുന്നത് ഹാർട്ട് ബീറ്റിൽ വേരിയേഷൻ കണ്ടിട്ടാണ്. ഈ ഡെലിവറി എടുത്തത് ഡോക്ടറാണോ? അല്ല, അത് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു. അവിടെ ചെന്ന ശേഷം അവിടെ നിന്ന് സിസേറിയൻ ആയിരുന്നു. റെഫർ ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നു ഡോക്ടർ? ഈ ഫ്ലൂയിഡ് കൂടിയത്? അതെ, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കുറഞ്ഞു. നമുക്ക് എമർജൻസി സിസേറിയൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിലായിപ്പോയി. ഫുഡ് കഴിച്ചിരുന്നു. അപ്പോൾ ഫ്ലൂയിഡ് ഓവർലോഡ് ഇതുകൊണ്ട് ഐസൊലേഷന്റെ ചാൻസ് കൂടുതലായതുകൊണ്ട് സെൻട്രലിൽ വിടണമെന്ന് പറഞ്ഞതുകൊണ്ട് വിട്ടതാണ്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ ഷെർലി ഞങ്ങളോട് സംസാരിച്ചതിന്. ഈ ഗർഭധാരണ സമയത്തോ അതിനുശേഷമുള്ള മുഴുവൻ ഗർഭകാലാവധിയിലോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നോർമൽ ആയിരുന്നു എന്നാണ്. അവസാന ഘട്ടത്തിൽ മാത്രമാണ് ഫ്ലൂയിഡ് കൂടുന്നതും ഹാർട്ട് ബീറ്റിലെ പ്രശ്നങ്ങളും ഒക്കെ കാരണം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു. അവിടെയാണ് സിസേറിയൻ നടന്നത്. എന്തായാലും